ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം റെഫർ ചെയ്യണമെങ്കിൽ കൊല്ലം, എന്റെ വീട് കല്ലടയാണ്, കല്ലടയിൽ നിന്നും കൊല്ലം പബ്ലിക് ലൈബ്രറിയിൽ പോയെങ്കിൽ അതിന്റെ ഡോക്യുമെന്റ്സ് കിട്ടും. പല ടെസ്റ്റിനും പല കാര്യങ്ങൾക്കും വേണമെങ്കിൽ, കാരണം വേറെ ടെസ്റ്റുകൾ കിട്ടാനില്ല. ഇപ്പൊ ആ ഒരു കാലഘട്ടം മാറി. നിങ്ങൾക്ക് എന്ത് കാര്യവും ഗൂഗിൾ അടിച്ചാൽ എന്തും കിട്ടും. ഒരു മാസിന്റെ ഒരു സൊല്യൂഷൻ ആ പ്രോബ്ലം അടിച്ചിട്ട് സോൾവ് എന്ന് കൊടുത്താൽ ന്യായമായ സോൾവ് ചെയ്ത് തരും. ആ തരത്തിലേക്ക് മാറി. അതോടൊപ്പം ഇതിന്റെ നല്ല വശങ്ങളോടൊപ്പം മറ്റ് ചീത്ത വശങ്ങൾ, അതാണ് ഇപ്പം ഈ കഴിഞ്ഞ 3-4 വർഷമായിട്ട് ആ ഒരു പുതിയ തലമുറയുടെ ഒരു പോക്ക്. കഞ്ചാവിൽ നിന്ന് തുടങ്ങി അതിൽ നിന്ന് മാറി ഇപ്പം മാരകമായ സിന്തറ്റിക് ഡ്രഗ്സിലേക്ക് മാറി. MDMA പോലുള്ള, സ്റ്റാമ്പ് പോലുള്ള യഥേഷ്ടം ലഭ്യമായി. ആ പുതിയ തല എന്തും ചെയ്യാൻ പഠിക്കാത്ത, അതായത് ഇതിനു വേണ്ടി സ്വന്തം അമ്മയോ അച്ഛനോ എന്നൊന്നും നോക്കാതെ, സഹോദരനോ ഒന്നും നോട്ടമില്ല, മുമ്പിൽ വരുന്നത് ആരാണോ നോട്ടമില്ല, അവന്റെ ആവശ്യം ഈ ഡ്രഗ്സ് വാങ്ങാനുള്ള അവന്റെ ആവശ്യം അതാണ്. ആ ഒരു തലത്തിലേക്ക് നമ്മുടെ സമൂഹം മാറി. അതാണ് ഗവൺമെന്റ് ഉൾപ്പെടെയുള്ള എല്ലാ സിസ്റ്റവും. അതാണ് ഈ ഒരു ക്യാമ്പും അതൊരു ലഹരിക്കെതിരെയുള്ള ഒരു ക്യാമ്പായി മാറി. നിങ്ങളെല്ലാവരും കൂടുതൽ സംസാരിക്കാൻ എനിക്ക് സമയം, എനിക്ക് അത്യാവശ്യം കോടതി വരെ പോകേണ്ട ഒരു കാര്യമുണ്ട്. പ്രധാനമായി നിങ്ങൾ നോക്കേണ്ടത് നല്ല നല്ല ലക്ഷ്യങ്ങൾ. ഈ അടുത്ത സമയത്ത് നിങ്ങൾ പത്രത്തിൽ വായിച്ചാണ്, 2 ദിവസം മുമ്പ് പത്തനാപുരം പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ഒരു പെൺകുട്ടിക്കാണ് 81ാം റാങ്ക് IAS കിട്ടി. കൊട്ടാരക്കര ലിമിറ്റിലുള്ള വാളകത്തുള്ള ഒരു പെൺകുട്ടിക്ക് 54ാം റാങ്ക്. ഇതെല്ലാം നമ്മുടെ നാട്ടിലുള്ളതാണ്. അത് പഠിച്ചത് പത്തനാപുരം സ്കൂളിലാണ്, ഇന്ന സ്കൂള്. സ്വാഭാവികമായും ആ സ്കൂളിന് ഒരു ഐഡന്റിറ്റി ആ കുട്ടിയിലൂടെ വന്നു. ശരിയല്ലേ? സ്വാഭാവികം നമ്മളെല്ലാം തിരക്കി ആ കുട്ടി പഠിച്ചത് ഏത് സ്കൂളിലാണ്, അത് ഇത്ര ക്ലാസ് വരെ പഠിച്ചത് പത്തനാപുരം സ്കൂളാണ്. സ്വാഭാവികമായും നിങ്ങൾ നല്ല നല്ല ലക്ഷ്യങ്ങൾ മനസ്സിൽ കണ്ടുകൊണ്ട് ആ ലക്ഷ്യത്തിന് പുറമെ നിങ്ങളുടെ പേരിൽ ഈ സ്കൂളും ഈ നാടും അറിയപ്പെടാൻ കഴിയുന്ന തരത്തില് ഞാൻ അത് നാളെ കാലത്ത് ഒരു 10 വർഷം അല്ലെങ്കിൽ 15 വർഷം കഴിയുമ്പോൾ ന്യായമായും ഇന്ന അടുത്ത് ഒരു കുട്ടിക്ക് സിവിൽ സർവീസ് കിട്ടി, അപ്പൊ ന്യായമായ നിരക്കും ആ കുട്ടി പഠിച്ചത് ഏത് സ്കൂളാണ്, അത് ഇന്ന സ്കൂളാണ്. അപ്പൊ നിങ്ങളുടെ പേരിൽ ഈ സ്കൂൾ അറിയപ്പെടുന്നതാണ്, നിങ്ങളുടെ പേരിൽ നിങ്ങളുടെ വീട്. അപ്പൊ സ്വാഭാവികം ആ വീട്, ആ കുട്ടിയുടെ വീട് പിന്നെ പത്തനാപുരം പോലീസ് സ്റ്റേഷനോട് പോകുമ്പോൾ റൈറ്റ് സൈഡിലുള്ള വീടാ. ഒരുപാട് കുട്ടികളുണ്ട്, അവരുടെ ഒന്നും വീട് ആരും തിരക്കില്ല, ഞങ്ങളാരും തിരക്കില്ല. ഇത് പറഞ്ഞു എന്ന് പറഞ്ഞല്ല, ഇപ്പോഴില്ലാത്തത് നമുക്ക് പലപ്പോഴും ഒരു ലക്ഷ്യബോധം നമുക്കില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാം വീട്ടുകാര് അറിഞ്ഞു നൽകുന്നുണ്ട്, ഇല്ലേ? നിങ്ങൾക്ക് എന്താണ് ആവശ്യമെന്ന് ആരും പറയണ്ട. എനിക്ക് കിട്ടിയില്ല, എന്റെ മകൾക്ക് ഇങ്ങനെ വരേണ്ടത്, അത് വീട്ടുകാരെ അറിഞ്ഞു തരിക. പക്ഷെ പലപ്പോഴും തിരിച്ച് നമ്മൾ അങ്ങനെ കൊടുക്കുന്നുണ്ടോ? ചെയ്യുന്നില്ല. ഇത്തരത്തില് കാലത്തിന്റെ മാറ്റമായിരിക്കാം. അതുകൊണ്ട് കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. നല്ല നല്ല ലക്ഷ്യങ്ങൾ മുൻകണ്ട്, നല്ല നല്ല മോറൽസ്, നല്ല നല്ല ആളുകളെ മാതൃകയാക്കി സമൂഹത്തിന് മാതൃകയാവുന്ന രീതിയിൽ നാളെ കാലത്ത് ഈ സ്കൂളിന്റെ പേര്, എന്റെ പേരിൽ ഈ സ്കൂൾ അറിയപ്പെടണം എന്നുള്ള ആ ഒരു ഉറച്ച ലക്ഷ്യബോധത്തോടു കൂടി എല്ലാവരും നല്ല രീതിയിൽ വളർന്നു വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ഒരു സമ്മർ ക്യാമ്പ് ഇവിടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ പ്രഖ്യാപിക്കുന്നു. എല്ലാവർക്കും എല്ലാവരുടെ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം.